ഞങ്ങളുടെ രക്ഷകൻ യേശു ക്രിസ്തു അങ്ങനെ നിന്റെ ഭൂഷാകമേ ഞങ്ങളുടെ രാജ്യം സ്വർഗീയ Praise the Lord. Amen. Good afternoon, Trishul. Yes, good afternoon. നിങ്ങൾ ഓർക്കും ഇപ്പോൾ ഇത് എന്തായിരിക്കുമെന്ന്? ഹോളി തിയോളജിക്കൽ കോളേജിന്റെയും അഡോണൈ മിനിസ്ട്രിയും കൂടെ ഒത്തുചേർന്ന് നടത്തുന്ന ഒരു സുവിശേഷ റാലിയാണ്. അതിലൊരു സന്ദേശം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനിത് പറയുമ്പോൾ സെന്റ് പോളിന്റെ ഒരു വാചകം കടമെടുക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആമേൻ. അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ അത് ആമേൻ ഏറ്റവും ആമേൻ വിശ്വസിക്കുന്നവർക്കോ അത് രക്ഷാകരണം തന്നെ. അപ്പോൾ നശിച്ചു പോകുന്നവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു ഭോഷത്വമായി തോന്നിയാൽ ആമേൻ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ വിശ്വസിച്ചാൽ മതി. ആമേൻ. വിശുദ്ധ വേദഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാചകം യേശുക്രിസ്തു കുറിച്ചിട്ടുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ. അനേക ലോക നേതാക്കന്മാർ ഈ വാചകം കടമെടുത്തിട്ടുണ്ട്. അവൻ വിശുദ്ധ ഗ്രന്ഥം, അവൻ യേശുക്രിസ്തു അവർ വളരെ വസ്തുനിഷ്ഠമായി സ്ഥാപിച്ചൊരു വാചകമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ. നാം ഇന്ന് ജീവിക്കുന്ന യുഗം ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് യുഗമാണ്. മനുഷ്യരുടെ കഠിനമായ അധ്വാനം കുറയ്ക്കുന്നു, പക്ഷെ മാനസികമായ ഭാരം അവർക്ക് വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടു, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും ഉന്നത വിദ്യാഭ്യാസമുള്ള ഉന്നത ജോലിയുള്ള ഒരു സഹോദരി മാനസിക ഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്തു. പക്ഷെ കർത്താവ് പറയുന്നു, അധ്വാന ഭാരം കൊണ്ട് വലയുന്നവരെ ആത്മഹത്യ ഒരു പരിഹാരമല്ല. നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യന് രണ്ട് ഭാരമുണ്ട്, ജീവിത ഭാരവും പാപഭാരവും. ആമേൻ. രണ്ട് ഭാരവും അവൻ മനുഷ്യൻ ജീവിതത്തിൽ ചുമക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അധ്വാനിച്ചിട്ട് ഭാരം ചുമക്കുന്ന, എനിക്കൊരു ആശ്വാസം ലഭിക്കുമോ എന്ന് ഭാരപ്പെടുന്നവരോട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യേശു നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. യേശു നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. അവൻ രണ്ട്, യേശു സമാധാനം നൽകുന്നു. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ ഇതേ പുസ്തകത്തിൽ നമുക്ക് വായിക്കാം, അവൻ ഞാൻ നിനക്ക് സമാധാനം തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം അത് മാറിപ്പോകും. കർത്താവ് തരുന്ന സമാധാനമോ അത് നിത്യമായ സമാധാനം. ഹല്ലേലൂയ.
വിളിക്കുന്നത്. അതാണ് ജന്മപാപം. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാതായി. നമ്മളൊന്നും ഇങ്ങനെയല്ലായിരുന്നു. നമ്മുടെ നേരത്തെ എങ്ങനെയായിരുന്നു അറിയാമോ? നമ്മൾ ദൈവത്തെ പോലെയായിരുന്നു. പാപം നമ്മളെ ദൈവ തേജസ്സില്ലാതാക്കി. പക്ഷെ കർത്താവ് പറയുന്നു, ആ തേജസ് മടക്കി തരണമോ? ഞാൻ നിനക്ക് പാപക്ഷമത നിനക്ക് തേജസ് മടക്കി തരാം. മനുഷ്യൻ പാപക്ഷമയ്ക്ക് വേണ്ടി എവിടെല്ലാം എന്തെല്ലാം ചെയ്യുന്നു, അതൊന്നും അതിനൊരു മറുപടിയില്ല. വിശുദ്ധ വേദഗ്രന്ഥം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഞാനത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് രക്ഷ വേണോ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ. രക്ഷ മാത്രം തന്നിട്ട് മാറിയിരിക്കുന്ന ഒരു ദൈവമല്ല യേശു, നിത്യമായ ജീവൻ നൽകുന്നു. നമ്മളെല്ലാം ജീവിക്കുന്നത്, മെഡിസിൻ കഴിക്കുന്നത് എന്നേക്കുമായി ജീവിക്കാനാ. ഞാനൊരു മാർഗം പറഞ്ഞു തരട്ടെ, എന്നേക്കുമായി ജീവിക്കാൻ യേശുവിൽ വിശ്വസിക്കാം. നിത്യജീവൻ നിങ്ങൾക്ക് ദാനം നൽകും. ശത്രു വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കാനുമാ. നിങ്ങളുടെ സ്വസ്ഥത കെടുത്തുവാൻ, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുവാൻ അവൻ തിന്മയുടെ ശക്തി ശ്രമിക്കുമ്പോൾ കർത്താവ് വന്നത് ആശ്വാസം നൽകാൻ, കർത്താവ് വന്നത് സമാധാനം നൽകാൻ, കർത്താവ് വന്നത് അവൻ പാപക്ഷമ നൽകാൻ, കർത്താവ് വന്നത് നിത്യമായ ജീവൻ നൽകാൻ. ഇവിടം കൊണ്ട് ഒതുങ്ങുന്നില്ല. ലോകം ഇനി കാണാൻ പോകുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം താജ്മഹൽ അല്ല, അവൻ പിസയിലെ ചരിഞ്ഞ ഗോപുരമല്ല. കർത്താവ് വീണ്ടും വേഗത്തിൽ വരും. തൃശ്ശൂർ പട്ടണമേ, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ഞാൻ ഈ രക്ഷാദൂത് കേട്ടിട്ടില്ല. നോ, നിങ്ങൾക്കന്ന് പറയാൻ കഴിയുകയില്ല. ഞാൻ ഉറച്ചു നിൽക്കുന്ന മണ്ണ് അതിന് സാക്ഷ്യം പറയും. ഞാനത് കേട്ടിട്ടില്ല എന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്റെ ശബ്ദം ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപിക്കുകയാണ്. ടെക്നോളജി അറിയാതെ നിങ്ങൾക്കറിയാം. ആമേൻ. വർഷങ്ങൾക്ക് മുമ്പുള്ള ശബ്ദം അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ഓരോ വാചകം ഇവിടെ അലതല്ലിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങളത് കണ്ടിട്ടില്ല. അന്ത്യനിമിഷത്തിൽ ഈ മണ്ണും അന്തരീക്ഷവും അതിന് സാക്ഷ്യം വഹിക്കും. നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് ഒരു കൊട്ടാരം കാണാം അല്ലേ? അത് പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ രാജഭരണം ഇവിടെ വാണിരുന്നു. അവൻ രാജാവ് പണ്ടൊരിക്കൽ ഈ രാജ്യം ഭരിച്ചിരുന്നു. ഞാനൊരു കാര്യം സന്തോഷമായി പറയട്ടെ, ഞാൻ ഒരിക്കൽ കൂടി ഒന്നുകൂടെ പറയാം. ആ കൊട്ടാരം സൂചിപ്പിക്കുന്നത് രാജഭരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ രാജഭരണമില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റി. രാജഭരണമുണ്ട്. യേശു രാജാവായി ഈ ലോകത്തെ ഭരിക്കും. അന്നത്തെ ഭരണവും അവൻ കർത്താവിന്റെ ഭരണവും രണ്ടും രണ്ടായിരിക്കും. കർത്താവ് നീതിയോടെ ഭരിക്കും, അവൻ സമാധാനത്തോടെ ഭരിക്കും. ഹല്ലേലൂയ. രാജാതി രാജാവായി വേഗം വരിക. ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയട്ടെ, എന്റെ സന്ദേശം അവസാനിക്കാൻ പോകും. ഇങ്ങനെ വിശുദ്ധ വേദഗ്രന്ഥം പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൈകയിൽ തള്ളിയിടും. ഞാൻ അവൻ വളരെ വിഷമത്തോടെ പറയട്ടെ, ആരെങ്കിലും പാപഭാരത്താൽ അവൻ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് രക്ഷ നൽകും. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ഓഫറുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. ആ കർത്താവായ യേശുവിന്റെ
നമുക്ക് വരവേൽക്കാം. അവൻ ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു 4 വരി പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി അവൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് ഗംഭീരനാദത്തോടു പ്രധാന ദൈവം ശബ്ദത്തോടു കർത്താവ് ഗംഭീരനാദത്തോടു പ്രധാന ദൈവം ശബ്ദത്തോടു സ്വർഗ്ഗത്തിൽ നന്ദി വാങ്ങിടുമ്പോ സ്വർഗ്ഗത്തിൽ വാങ്ങിടുമ്പോ എത്രയോ സന്തോഷം പട്ടണത്തോട് ദാസിയിൽ കൂടി ദൈവം സംസാരിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കാം. അനേകം ഈ പട്ടണത്തിൽ എഴുന്നേക്കാൻ പോകുകയാണ്. സുവിശേഷത്തെ കുറിച്ച് കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണി മുതൽ തൃശൂർ ടൗൺ ഹാളിൽ സുവിശേഷ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു. ഏവർക്കും സ്വാഗതം, ഏവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദാസി ഉപയോഗിച്ചല്ലോ, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. കൃപ കൂടിയിരിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അടുത്ത വചനം കൂടെ ഉണ്ട്, അതോട് നമ്മൾ അവസാനിപ്പിക്കും. കൊട്ടാരം